ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ നമ്മുടെ ആനുവൽ എക്സാം വരിക കുഞ്ഞുങ്ങളെ. അതിനകത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് അമ്മമ്മ എന്ന് പറയുന്നത് കേട്ടോ. അടിസ്ഥാന പാഠാവലിയാണ്, അതായത് മലയാളം സെക്കൻഡാണ്. നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് അമ്മമ്മ കേട്ടോ. നമുക്ക് ആ ചാപ്റ്റർ, നിങ്ങൾ ഈ ചാപ്റ്റർ വായിക്കുന്ന കേൾക്കുന്നത് ഞങ്ങൾ ഇതൊത്തിരി കേട്ടതാ അല്ലേ എന്നൊക്കെ നിങ്ങൾക്കൊരു തോന്നൽ വരും. പക്ഷേ നമ്മൾ നിങ്ങൾ ഈ മലയാളത്തിൻ്റെ ടെസ്റ്റ് നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കിയിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. കാരണം ടെസ്റ്റിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ ചോദ്യം ചോദിക്കുന്നത് കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചിലപ്പോൾ കാണാതെ പഠിച്ചുകൊണ്ട് പോകും. ഇതിൻ്റെ ബാക്കിൽ തരുന്ന ക്വസ്റ്റ്യൻ ആൻസർ കാണാതെ പഠിച്ചുകൊണ്ട് പോകും. ചിലപ്പോൾ അതൊന്നും ആയിരിക്കത്തില്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നമ്മുടെ ടെസ്റ്റിൽ ആരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യം വരുമ്പോഴേ നമ്മൾ ടെസ്റ്റ് വായിച്ച് അതിൻ്റെ കഥയൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് നല്ലൊരു കഥയോ നിങ്ങളെ അമ്മമ്മ എന്ന് പറയുന്ന അടിസ്ഥാന പാഠാവലിയാണ്. പണ്ട് മുതലേ മലയാളത്തിൻ്റെ ഫസ്റ്റിലോ സെക്കൻഡിലോ ഈ ഒരു പാഠം കാണും കേട്ടോ. 10ാം ക്ലാസ്സിൻ്റെയോ 9ാം ക്ലാസ്സിൻ്റെയോ 8ാം ക്ലാസ്സിൻ്റെയോ ഒക്കെ ഒരു ചാപ്റ്റർ അമ്മമ്മ കാണും കേട്ടോ. 10 CBSEക്കും ഒക്കെ ഈ ചാപ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. 9ാം ക്ലാസ്സിനുണ്ടായിരുന്നു. ഇത് മാറ്റിയും തിരിച്ചും ഒക്കെ ഇടുന്നുണ്ട്. അമ്മമ്മ എന്നുള്ളൊരു പാഠമാണ്, നമ്മുടെ മലയാളം സെക്കൻഡാണ് കേട്ടോ. അതായത് അടിസ്ഥാന പാഠാവലിയാണ്. ടെസ്റ്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം നിങ്ങൾ ആ കഥ നല്ലതുപോലെ അങ്ങ് മനസ്സിലാക്കുക. കഥ നല്ലപോലെ മനസ്സിലാക്കാമെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ഏത് രീതി ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഞാൻ വായിക്കുമ്പം നിങ്ങൾ കേട്ട് കഥ മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. നല്ലപോലെ മനസ്സിലാക്കി വെച്ചേക്കണം, എങ്കിലേ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. ഈ പാഠം എഴുതിയത് M. മുകുന്ദൻ എന്ന് പറയുന്നത് കേട്ടോ. M. മുകുന്ദൻ്റെ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന ആ പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. M. മുകുന്ദൻ്റെ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന കഥയിലെ അമ്മമ്മ എന്ന കഥാപാത്രം മാറുന്ന ലോകത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചാവും ഞാൻ ഈ പറഞ്ഞതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിനകത്തിൽ എഴുതേണ്ട വരികളാണ്. അപ്പോൾ നമുക്ക് കഥ അങ്ങ് വായിക്കാം, കേട്ടിരുന്നോണം കേട്ടല്ലോ. നോക്കി ഞാൻ വായിക്കാം. ഇന്ന് അമ്മമ്മ ഞങ്ങളുടെ പുത്തൻ വീട് കാണുവാൻ വരുന്നു. പട്ടണത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഞങ്ങളുടെ വീട്. ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഞാൻ ഈ 20 സെൻറ്റ് ഭൂമി വാങ്ങിയത്. നിങ്ങൾ ആദ്യമേ അത് ഞാൻ വായിച്ചിട്ടത് എന്താണെന്ന് മനസ്സിലാക്കി തരാം നിങ്ങളെ. ഇന്ന് അമ്മമ്മ ഞങ്ങളുടെ പുത്തൻ വീട് കാണാൻ വരുന്നു. പട്ടണത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഞങ്ങളുടെ വീട്. ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഞാൻ ഈ 20 സെൻറ്റ് ഭൂമി വാങ്ങിയത്. അതിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വീട് പണിയുവാൻ വേണ്ടി വീണ്ടും എനിക്ക് ചോര നീരാക്കേണ്ടി വന്നു. മനസ്സിലാക്കണേ ആ വരികൾ. ഇരിപ്പുമുറിയും തീൻമുറിയും താഴത്തെ നിലയിലാണ്. അദ്ദേഹം പണിഞ്ഞ ആ വീടിൻ്റെ കാര്യം പറയുകയാണ്. ഇരിപ്പുമുറിയും തീൻമുറിയും താഴത്തെ നിലയിലാണ്. മുകളിൽ 2 കിടപ്പുമുറികളുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊക്കെ ചോദിക്കും ആ വീടിൻ്റെ എന്തൊക്കെയുണ്ടെന്ന് കേട്ടോ. ഇരിപ്പുമുറിയും തീൻമുറിയും താഴത്തെ നിലയിലാണ്. മുകളിൽ 2 കിടപ്പുമുറികളുണ്ട്. പിന്നെ പ്രഭാതത്തിൽ സൂര്യോദയം കാണുവാനും സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം കാണുവാനും ഒരു സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ. സൂര്യ ഉദയം കാണാനും അസ്തമയം കാണാനും ഒക്കെ ഒരു സിറ്റ് ഔട്ടും ഉണ്ട്. അവിടെ ഇരുന്നാൽ കിഴക്കും പടിഞ്ഞാറും നമുക്ക് കാണാം. എന്തുകൊണ്ടാ? സൂര്യൻ ഉദിക്കുന്ന എവിടെ അസ്തമിക്കുന്ന എവിടെ ഇറങ്ങി നമുക്ക് കിഴക്കും പടിഞ്ഞാറും അറിയാം അല്ലേ. കുളിരും മഞ്ഞും വീഴുന്ന പ്രഭാതങ്ങളിൽ ഞാൻ എൻ്റെ കാശ്മീർ ഷാൾ പുതച്ചുകൊണ്ട് അവിടെ ഇരുന്ന് സൂര്യോദയം ദർശിക്കും. അന്നേരം അപ്പുറം കിടപ്പുമുറികളിൽ എൻ്റെ ഭാര്യയും 2 മക്കളും പുലർക്കാല സ്വപ്നങ്ങൾ കണ്ടു മയങ്ങുകയായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന ഒരു മുഹൂർത്തമാണ് അത്. അമ്മയ്ക്ക് എൻ്റെ വീട് കാണണ്ടേ? എന്നാണ് ഞാൻ കാറുമായിട്ട് വരേണ്ടത്? കഴിഞ്ഞ തവണ തറവാട്ടിൽ ചെന്നപ്പോൾ പട്ടണത്തിലേക്ക് വരുവാൻ ഞാൻ അമ്മയെ നിർബന്ധിച്ചു. അമ്മമ്മ ചെല്ലം മുന്നിൽ വെച്ച് മുറുക്കുവാനുള്ള വട്ടം കൂട്ടുകയായിരുന്നു എന്ന് വെച്ചാൽ ഈ അമ്മൂമ്മയുടെ മോന് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ദൂരേന്ന് ഈ പടത്തിനകത്ത് ഒരു അമ്മൂമ്മയെ കൊടുത്തേക്കുന്നുണ്ടോ? ഈ അമ്മൂമ്മയെ അദ്ദേഹം പുതിയൊരു വീട് പണിഞ്ഞിട്ടുണ്ട് കേട്ടോ. വീട് പണിഞ്ഞത് കൃപാകരൻ എന്നാണ് മകൻ്റെ പേര് കേട്ടോ. കൃപാകരൻ അമ്മൂമ്മയെ പുതിയതായിട്ട് വീട് പണിഞ്ഞേക്കുക. അടുത്ത ആഴ്ച പാലുകാച്ചാണ്. അപ്പോൾ അതിന് അമ്മമ്മയെ വിളിക്കാനായിട്ട് അമ്മമ്മയുടെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ അന്നേരം അമ്മമ്മയോട് പറയുന്ന കാര്യങ്ങളാണ്. എൻ്റെ വീട് അങ്ങനത്തെയാണ്, 2 കിടപ്പുമുറിയുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ സൂര്യാസ്തമയം ഒക്കെ നമുക്ക് കാണാം കേട്ടോ. അവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിഴക്കും പടിഞ്ഞാറും കാണാം. പിന്നെ കുളിരും മഞ്ഞും വീഴുന്ന പ്രഭാതത്തിൽ ഞാൻ എൻ്റെ കാശ്മീർ
ഷാള് പുതച്ചുകൊണ്ട് അവിടെ ഇരുന്ന് സൂര്യോദയം ദർശിക്കും അല്ലേ. അപ്പോൾ അപ്പുറത്തെ മുറിയിൽ എൻ്റെ കുഞ്ഞുങ്ങളും ഭാര്യയും 2 മക്കളും പുലർകാല സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ വെളുപ്പിനെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പുലർകാല സ്വപ്നങ്ങൾ കണ്ടിങ്ങനെ മയങ്ങുകയായിരിക്കും അല്ലേ. ഏറ്റവും കൂടുതൽ ഞാൻ ആനന്ദിക്കുന്ന ഒരു മുഹൂർത്തമാണ് അത്. നമ്മളൊരു പുതിയ വീട് വെച്ച് അതിനകത്തിലൊക്കെ താമസിക്കുക എന്ന് പറയുന്ന ഒരു വലിയ അല്ലേ, എത്ര നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണെന്നറിയാം അത് കേട്ടോ. അതൊക്കെ നിങ്ങൾക്കറിയില്ല, പക്ഷെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ എടുത്ത് ചോദിച്ചാൽ അറിയാം കേട്ടോ. എന്തും പേടി ഉള്ളതെല്ലാം അല്ലേ, നമ്മുടെ കയ്യിലുള്ളത് മൊത്തവും വിറ്റായിരിക്കും നമ്മളൊരു വീട് പണിയാനുള്ള ഇത് വരുന്നത് അല്ലേ. അമ്മമ്മയെ അങ്ങനെ വിളിക്കാൻ വരുന്നതായിട്ടാണ് ഈ ഫസ്റ്റ് ഇതിൽ പറയുന്നത് കേട്ടോ, 1ാമത്തെ പേജിൽ പറയുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് എന്താ പറയുന്നതെന്ന് അറിയും. നോക്കി കുഞ്ഞുങ്ങളെ, യാത്രയ്ക്കൊന്നും വയ്യ കൃപാകര. നോക്കിയേ, ആ അമ്മൂമ്മ ഇത്രയും വിളിച്ചപ്പം അമ്മൂമ്മ കൃപാകരനാണ്ട് കണ്ടോ, ഇപ്പുറത്തിരിപ്പുണ്ട് അമ്മൂമ്മ, ഇപ്പുറത്തിരിപ്പുണ്ട് കണ്ടോ. അപ്പം ഇത് വിളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം അമ്മമ്മ എന്താ പറഞ്ഞേ, ഓഹ് യാത്രയ്ക്കൊന്നും വയ്യ കൃപാകര, വീടിൻ്റെ ഒരു ഫോട്ടോ പിടിച്ചിട്ട് കൊണ്ട് തന്നാൽ മതി. നീ എന്ത് ചെയ്യുക, വീടിൻ്റെ നല്ലൊരു ഫോട്ടോ എടുത്ത് നീ എന്നെ കൊണ്ട് കാണിച്ചാൽ മതി. ഫോട്ടോ കണ്ടാൽ പോരാ, അമ്മമ്മ വന്ന് വീട് തന്നെ കാണണം. കൃപാകരൻ പറഞ്ഞാൽ അങ്ങനെയൊന്നും പറ്റത്തില്ല, ഫോട്ടോ കൊണ്ട് കാണിച്ചാൽ മതിയോ, അമ്മമ്മ ഞങ്ങളുടെ വീട് വന്ന് കാണണമെന്ന് അല്ലേ. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാലം കുറേ ആയി, ഒന്നിനും വയ്യ, വയസ്സ് 80 കഴിഞ്ഞു, ഇനി എന്ത് കാണാനാ, കാണാനുള്ളതെല്ലാം ഇനി അങ്ങ് എന്നിട്ട്. അമ്മമ്മ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ കണ്ണയച്ച് ഇങ്ങനെ നോക്കിയിട്ട് ഇനിയുള്ളതൊക്കെ അങ്ങ് എന്നിട്ട് കാണാമെന്ന് അല്ലേ. നമ്മൾ ഈ പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വായിന്ന് അല്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം വീഴുന്നത് അല്ലയോ നിങ്ങളെ. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാലം കുറേ ആയി, ഒന്നിനും വയ്യ, വയസ്സ് 80 കഴിഞ്ഞു അല്ലേ, ഇനി എന്ത് കാണാനാ, കാണാനുള്ളതെല്ലാം ഇനി അങ്ങ് എന്നിട്ട് കാണാം. അമ്മമ്മ ആകാശത്തേക്ക് കണ്ണയച്ചു. അമ്മമ്മ ഒന്നും ബുദ്ധിമുട്ടേണ്ടി വരില്ല കേട്ടോ, കാറ് കൊണ്ടുവന്ന് ഞാൻ പഠിക്കൽ നിർത്താം, അമ്മമ്മ അതിൽ കയറി ഇരുന്നാൽ മതി. വീട് കണ്ട് നമുക്ക് തിരികെ പഠിക്കൽ കൊണ്ടുവന്ന് ഞാൻ കാർ നിർത്താം. അമ്മമ്മ അതിനെക്കുറിച്ച് നടക്കി ഓടിയൊന്നും വേണ്ട കേട്ടോ, ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു കാറും കൊണ്ട് വന്നിട്ട് അമ്മമ്മ എന്ത് ചെയ്യാം, ഞാൻ ഈ പഠിക്കലെന്ന് തന്നെ കൊണ്ടുപോയിട്ട് തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവരാമെന്ന് ആ മകൻ പറഞ്ഞു. മനസ്സിലായോ? അമ്മമ്മ ഒട്ടും ബുദ്ധിമുട്ടേണ്ടി വരില്ല, കാറ് കൊണ്ടുവന്ന് ഞാൻ ഈ പഠിക്കൽ നിർത്താം, അമ്മമ്മ അതിൽ കയറി ഇരുന്നാൽ മതി. വീട് കണ്ട് തിരികെ എൻ്റെ പുതിയ ആ വീട് കണ്ടിട്ട് തിരികെ ഞാൻ ഈ പഠിക്കൽ കൊണ്ടുവന്ന് കാർ നിർത്താം, പോരെ, അതുപോലെ. അവസാനം ആ അമ്മമ്മ സമ്മതം മൂളി. അവർ ഇത് കേട്ടോണ്ടിരിക്കുന്നെങ്കിലും വെറ്റിലയുടെ ഞരമ്പുകൾ നുള്ളിക്കളയുകയും അടയ്ക്ക ചുരുണ്ടുകയും ചെയ്തു. മോനെ, ആ മിനി ഉരുളിങ്ങ് എടുത്താട്ടെ. ഈ അമ്മമാരുടെ കയ്യിൽ ഈ പാക്ക് ഇടിക്കുന്ന ഉണ്ട്. നമ്മളിപ്പോൾ ചെറിയ അത് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും ഇല്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ അത് പുതിയ ട്രെൻഡായി ഇല്ലേ. നേരത്തെ അതൊക്കെ അമ്മൂമ്മമാർക്ക് മാത്രമേ ഉള്ളെങ്കിൽ ഇപ്പോൾ അത് അടുക്കള അത് വേണം, എല്ലാ വീട്ടിലും ഇപ്പോൾ അതായി ഇല്ലേ കുഞ്ഞുങ്ങളെ. ചെറിയ ഈ അരകല്ല് പോലത്തെ ചെറിയ ഇതുണ്ടല്ലോ, അരകല്ലല്ല ആട്ടുകല്ല് പോലത്തെ ഇല്ലേ, അതിനകത്ത് ഇട്ട് ഇങ്ങനെ ഇടിക്കുന്നത് ഇല്ലേ. അപ്പം അവർ വെറ്റിലയുടെ ഞരമ്പുകൾ നുള്ളിക്കളയുകയും അടയ്ക്ക ചുരുണ്ടുകയും ചെയ്തു. മോനെ, ആ മിനി ഉരുളിങ്ങി എടുത്താട്ടെ. അവർ കോലായിലെ അരമതിന്മേൽ വെച്ചിരുന്ന അവരുടെ കൊച്ചു ഉരൽ ചൂണ്ടിക്കാണിച്ചു. ഞാൻ അതെടുത്തിട്ട് അവരുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. അവർ അടയ്ക്കയും വെറ്റിലയും അതിലിട്ടിട്ട് ചതച്ചു. അമ്മമ്മയ്ക്ക് പല്ലില്ല. അമ്മമ്മ എവിടുന്നാ ഈ ഇംഗ്ലീഷ് വാക്കെല്ലാം പഠിച്ചത് അല്ലേ. മിനി ഉരലിങ്ങി എടുത്തതെന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഇംഗ്ലീഷ് വാക്കല്ല, എന്നാലും ആ മോൻ ഇനി അങ്ങോട്ടുണ്ട് കേട്ടോ. അമ്മമ്മ എവിടുന്നാ ഈ ഇംഗ്ലീഷ് വാക്കെല്ലാം പഠിച്ചത്? കൃപാകര, നിന്നെപ്പോലെ ഞാൻ ബോംബെയും കൽക്കത്തയും ഒന്നും കണ്ടിട്ടില്ല, എന്നാലും ഈ അമ്മയ്ക്ക് കുറേശ്ശെ ഇംഗ്ലീഷ് എല്ലാം അറിയാം. ഇടിച്ച വെറ്റിലടയ്ക്ക വായിലിട്ടിട്ട് അവർ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ഊണ് കഴിഞ്ഞ ശേഷം ഞാൻ ഇറങ്ങാൻ പുറപ്പെട്ടു. അമ്മമ്മ അന്നേരം തടഞ്ഞു. ഊണ് കഴിഞ്ഞിട്ട് നിൽക്കി നീ ഇപ്പോഴേ അങ്ങ് പോകുവാന്നോ മോനെ അല്ലേ, നിൽക്കി ഇപ്പോഴേ പോകണ്ട അല്ലേ, ഇന്ന് ഇവിടെ പാർത്തിട്ട് നീ രാവിലെ പോയാൽ മതി. എത്ര കാലം കൂടിയിട്ടാ ഇന്ന് നീ ഈ വഴി വന്നത്? ഇനി ഒരിക്കലാകാം, വീടിൻ്റെ പണി കഴിഞ്ഞില്ലേ, വാസന്തിയെയും കുട്ടികളെയും കൂട്ടി ഒരു ദിവസം ഞാൻ ഇവിടെ താമസിക്കാൻ വരുന്നുണ്ട്. അമ്മമ്മ പറഞ്ഞത് വാസ്തവമാണ്. ഞാൻ ഒത്തിരി നാളായി ഞങ്ങളിവിടെ താമസിക്കാനൊക്കെ വന്നിട്ട്. നഗരത്തിൽ നിന്ന് പെൻഷനായി വന്ന ശേഷം വീട് പണിയുടെ തിരക്കിലായിരുന്നു. വെളിയിലായിരുന്നു ജോലി അല്ലേ. ജോലി കഴിഞ്ഞിട്ട് അവിടുന്ന് പെൻഷൻ നഗരത്തിൽ നിന്നും പെൻഷനായി വന്നതിന് ശേഷം, അതായത് റിട്ടയർഡ് ആയെന്നായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ. അവിടുത്തെ ഇവിടെ വീട് പണിയുടെ തിരക്കിലാണ്. ഇപ്പോഴേ ഒന്ന് നേരെ ശ്വാസം വിടാൻ കഴിഞ്ഞുള്ളൂ. എന്നുവെച്ചാൽ എല്ലാം കഴിഞ്ഞപ്പോൾ ഒന്ന് ശ്വാസം വിടാൻ എനിക്ക് കഴിഞ്ഞതെന്ന്. ഇറങ്ങുമ്പോൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. അങ്ങനെ ആ മകന് ഇറങ്ങാൻ വായിച്ചപ്പം അവർ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു.
വരുന്ന ഞായറാഴ്ച കാലത്ത് ഞാൻ വണ്ടിയുമായി എത്തും. അമ്മമ്മ ഒരുങ്ങി നിന്നോണം കേട്ടോ. പോകാനായിട്ട് ഇറങ്ങി വെളിയിലോട്ട് വന്നപ്പോൾ ഒന്നുകൂടെ പറയാണ്ടേ, വരുന്ന ഞായറാഴ്ചയാണ് കേട്ടോ, കാലത്ത് ഞാൻ വണ്ടിയും വായിട്ടെത്തും. അമ്മമ്മ ഒരുങ്ങി ഇരുന്നോണം കേട്ടോ. അമ്മമ്മയ്ക്ക് ഒരു റെഡ് കാർപ്പറ്റ് സ്വീകരണം നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അമ്മമ്മ വരുമ്പോൾ എന്താണ്, ഒരു റെഡ് കാർപ്പറ്റ് അല്ലേ, ഓർമ്മയുണ്ട്, കാർപ്പറ്റ് സ്വീകരണം നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. എൻ്റെ ഭൂതകാലത്തിൻ്റെ ഒരു തെളിഞ്ഞ ഓർമ്മയാണ് അവർ. ബാല്യകാലം, നാട് വിടുന്നത് വരെയുള്ള തറവാട്ടിലെ ജീവിതവും അതിൻ്റെ എല്ലാം കണ്ടികളാണ് അവർ മടിയിലിരുത്തി പറഞ്ഞു തന്നിട്ടുള്ള എണ്ണമറ്റ കഥകളാണ് എൻ്റെ എളിയ ലോകവിജ്ഞാനത്തിൻ്റെ ഉറവിടം തന്നെ. അമ്മമ്മ എൻ്റെ വീട് കാണുവാൻ വരുന്ന ഈ അവസരത്തിൽ ഞാൻ അതെല്ലാം ഇങ്ങനെ ഓർത്തു പോകുന്നു. പിന്നെയോ, നേരത്തെ നിശ്ചയിച്ചതുപോലെ ഞായറാഴ്ച കാലത്ത് ഞാൻ എൻ്റെ സ്നേഹിതൻ വാസുദേവൻ്റെ വണ്ടിയുമെടുത്ത് തറവാട്ടിലേക്ക് പുറപ്പെട്ടു. പട്ടണത്തിൽ നിന്നും 12 നാഴിക കിഴക്കാണ് ഞങ്ങളുടെ നാട്ടിൻപുറം. അപ്പോൾ ഈ അമ്മമ്മയെ അടുത്ത് നിന്നും പോകാൻ പട്ടണത്തിൽ നിന്നും 12 നാഴിക കിഴക്കാണ് ഞങ്ങളുടെ നാട്ടിൻപുറം. അടുത്ത കാലത്തായിട്ട് അവിടെ വലിയ പരിവർത്തനങ്ങൾ വന്നതായിട്ടും കാണാം. ഏത് വണ്ടിയും പോകാൻ സൗകര്യമുള്ള നിരത്തുകളാണ്. പണ്ടത്തെ പോലെയാണോ ഇപ്പോഴത്തെ റോഡുകളൊക്കെ കിടക്കുന്നില്ലേ? എല്ലാ ഊടുവഴികളും ടാർ ചെയ്തിരിക്കുക അല്ലേ. അടുത്തടുത്തായി അവിടെ വലിയ പരിവർത്തനങ്ങൾ വന്നതായിട്ട് കാണാം അല്ലേ. എന്തൊക്കെയാ? ഏത് വണ്ടിക്കും പോകാൻ സൗകര്യമുള്ള നിരത്തുകളാണ്. എല്ലായിടം വൈദ്യുതിയായി, എല്ലായിടം സ്കൂളായി അല്ലേ. ഇപ്പം ഏത് മെയിൻ സ്റ്റോപ്പിൻ്റെയും സമീപത്ത് ഒരു സ്കൂളും അല്ലേ, ഒരു അമ്പലമോ ഇല്ലേ, ഒരു വലിയ പള്ളിയോ എന്തെങ്കിലും ഒക്കെ കാണും ഇല്ലേ നിങ്ങളെ. സ്കൂള്, തപാൽ ഓഫീസ്. പിന്നെ ഞാൻ ചെല്ലുമ്പോൾ അമ്മമ്മ തയ്യാറായി നിൽക്കുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് പിറ്റേ ആഴ്ച വിളിക്കാൻ ചെല്ലുമ്പോൾ അമ്മമ്മ വരാൻ തയ്യാറായിട്ട് നിൽക്കുക. നല്ല കസവും മുണ്ടും ബ്ലൗസും ധരിച്ചിരിക്കുന്നു. അതായത് ദൂരയാത്ര ചെയ്യുമ്പോൾ മാത്രമേ ഈ അമ്മമ്മ ബ്ലൗസ് ധരിക്കാറുള്ളൂ കേട്ടോ. നരച്ച തലമുടിയാണ്, വൃത്തിയായിട്ട് അത് കോതി വെച്ചിരിക്കുകയാണ്. കാലുകളിൽ ഒരു ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെയോ, എങ്ങനെയുണ്ട് കൃപാകര? ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ നിന്നപ്പോൾ കൃപാകരൻ വണ്ടിയും കൊണ്ട് വന്നപ്പോൾ കൃപാകരനോട് ചോദിക്കുക, എങ്ങനെയുണ്ട് അല്ലയോ, എങ്ങനെയുണ്ട് കൃപാകര? സുന്ദരിയായിട്ടുണ്ട് അല്ലേ? കൃപാകരൻ മറുപടി പറഞ്ഞു, സുന്ദരിയായിട്ടുണ്ട്. അമ്മമ്മ പല്ലില്ലാത്ത വായ കാണിച്ചൊന്ന് ചിരിച്ചു. അവരെന്നിട്ട് ചെല്ലമെടുത്ത് കയ്യിൽ വെച്ചു അല്ലേ. അത്രയും ദൂരെ പോകേണ്ട, ഇടയ്ക്ക് 1-2 മുറുക്കിയാൽ എന്താന്ന് വിചാരിച്ചു അവർ ആ ചെല്ലമെടുത്ത് ചെല്ലെന്ന് വെച്ചാൽ മുറുക്കാൻ പാത്രം ഇല്ലേ കുഞ്ഞുങ്ങളെ, മുറുക്കാനൊക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിന് പറയുന്ന ചെല്ലം കേട്ടോ. അത് കയ്യിലെടുത്തു. എവിടെ പോകുമ്പോഴും അത് അവരുടെ കൂടെ ഉണ്ടായിരിക്കും. അവരെവിടെ പോകുമ്പോഴും അവരുടെ ഒരു കയ്യിൽ അത് കാണുമായിരിക്കും അല്ലേ. അമ്മമ്മ കാറിൽ മുൻ സീറ്റിൽ എൻ്റെ അരികിൽ ഇരുന്നു. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇത് ആരുടെ വണ്ടിയാണ് ഇത്? നിനക്ക് വണ്ടിയില്ല, ഇത് ആരുടെ വണ്ടിയാ? ഒരു സ്നേഹിതൻ്റെ, അതായത് വാസുദേവൻ എന്ന് പറയും. കൃപാകര, നിനക്കും വാങ്ങരുതോ ഒരു വണ്ടി? എനിക്ക് അത്ര വലിയ മോഹങ്ങളൊന്നും ഇല്ല അമ്മേ. നിനക്ക് ഒരു മാറ്റവും ഇല്ലേ അല്ലേ? ആ പഴയ കൃപാകരൻ തന്നെയാണ്. അമ്മമ്മ ഒരു ചിരിയോടെ പറഞ്ഞു. ഒരു മാറ്റവും ഇല്ല, പുതിയതായിട്ടൊന്നും വാങ്ങിക്കത്തില്ലല്ലേ, ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ആളാണ്. വെയിൽ മൂക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പട്ടണത്തിലെത്തി. ഗേറ്റിൽ കാർ നിർത്തി. ഞാൻ ഹോൺ അടിച്ചു. വാസന്തിയും കുട്ടികളും ഓടി വന്നു. അവർ ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. അമ്മമ്മയ്ക്ക് കൃപാകരൻ്റെ പുത്തൻ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഡോറ് തുറന്നു കൊടുത്തു. അമ്മമ്മ താഴെ ഇറങ്ങി കസവും കൊണ്ട് മാറിൽ നേരിയിട്ടിട്ട് എൻ്റെ പുത്തൻ വീടിനെ ആകെ ഒന്ന് നോക്കി. അമ്മമ്മയ്ക്ക് ഇഷ്ടമായോ? പുറമേ നിന്ന് നല്ല കാഴ്ചയാണ്. അമ്മമ്മയ്ക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ പുറമേ നിന്ന് നല്ല കാഴ്ചയാണ്, ഞാൻ ഉള്ളിലും കൂടി ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാം. ചാടിക്കയറി അഭിപ്രായം പറയുന്നില്ല, പുറമേ ഓക്കെയാ അല്ലേ, അകത്ത് കയറിയിട്ട് ഞാൻ പറയാമെന്ന്. അമ്മമ്മയ്ക്ക് എന്തിനെക്കുറിച്ചും വ്യക്തമായ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിന് ഞാൻ വളരെയധികം വില കൽപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് ക്രീസാന്തിമം കൂടി വേണം എന്നുവെച്ചാൽ ഞങ്ങളുടെ കൊച്ചു പൂന്തോട്ടം കണ്ടിട്ട് അവർ അഭിപ്രായപ്പെട്ടതാണ്. തോട്ടത്തിൽ നാടൻ പൂക്കളാണ് ഏറെ. ചട്ടിപ്പൂക്കൾ മാത്രമല്ല, തറവാടിൻ്റെ കൂടാരപ്പൂവുകൾ കൂടി ഞാനിവിടെ നട്ട് വളർത്തിയിരുന്നു. നമ്മുടെ തറവാട്ടിലൊക്കെ നിന്ന ചെടിയൊക്കെ അല്ലേ, പണ്ടുള്ള ചെമ്പരത്തി, നല്ല തട്ട് ചെമ്പരത്തിയും അങ്ങനെയൊക്കെ ലുട്ടുലുടുക്കുകളൊക്കെ വീട് പണിഞ്ഞപ്പോൾ അവിടെ സൈഡിലൊക്കെ നട്ടിരുന്നു. ഈ പൂക്കളെല്ലാം അമ്മയ്ക്ക് പഴഞ്ചനായി തോന്നിയിരിക്കണം അല്ലേ. അതൊക്കെ കണ്ടപ്പോൾ ഈ അമ്മമ്മയ്ക്ക് ഈ പുതിയ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെയുള്ള ഒക്കെ ഉള്ളോ എന്നൊരു രീതിയിലാണ് അമ്മമ്മ ചോദിച്ചത്. ഈ പൂക്കളെല്ലാം അമ്മമ്മയ്ക്ക് പഴഞ്ചനായിട്ട് തോന്നിയിരിക്കണം. അകത്ത് കയറുക അമ്മമ്മ ഒരു ഗ്ലാസ് തണുത്ത സ്ക്വാഷ് അമ്മമ്മ കുടിച്ചു. വീടാകെ എന്നിട്ട് നടന്ന് കണ്ടു.
അതിനുശേഷം മുകളിലെ സിറ്റ് ഔട്ടിലിരുന്ന് ചെല്ലം കയ്യിലെടുത്തു. അന്നേരം ഞാൻ രഹസ്യമായി അവരുടെ മിനി ഉരൽ എന്ന പ്രയോഗത്തെക്കുറിച്ച് നമ്മുടെ വാസന്തിയോട് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം അവൾ അവിടെ നിന്ന് പൊട്ടിച്ചിരിച്ചു. മിനി ഉരൽ എന്ന് വെച്ചാൽ എന്താണ്? ഉരൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ നെല്ലും അരിയും ഒക്കെ ഇടിച്ച് പണ്ട് കാലത്ത് ഇന്നത്തെ മിക്സിയും ഗ്രൈൻഡറും എന്താ അങ്ങനെയുള്ള ഒന്നും ഇല്ലല്ലോ കുഞ്ഞുങ്ങളെ പണ്ട് അല്ലേ. അപ്പോൾ അന്നെന്താ ഉരലാണ് അല്ലേ, ഉരൽ. അപ്പം ഇതും എന്താ ഒരു വെറ്റിലയും ഒരു പാക്കും ഒക്കെ ഇട്ട് ഇടിക്കുന്നതാണ്. അപ്പോൾ അതിനെ ആ മിനി ഉരലെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേട്ട് അവൾ മിനി ഉരലെന്ന് കേട്ടപ്പോൾ നമ്മുടെ വാസന്തി എന്താ അവിടെ നിന്ന് പൊട്ടിച്ചിരിച്ചു. പട്ടണത്തെ വിഹംഗമായി വീക്ഷിച്ചുകൊണ്ട് അമ്മമ്മ വിശദമായിട്ടൊന്നും മുറുക്കി. വീടിന് ചിലവെന്തായി? എടാ പ്രഭാകര അല്ലേ, പ്രഭാകരനല്ലോ ഇത് വരുന്നത് നമ്മുടെ പേരും മറന്നു പോയല്ലോ, കൃപാകരൻ കുഞ്ഞുങ്ങളെ നോക്കിയേ. കൃപാര, വീടിന് ചിലവെന്തായി? ഇതിപ്പം മേളിലും താഴെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പണ്ടത്തെ ഒരു കഥയാ. വീടിന് ചിലവെന്തായി? അപ്പോൾ പറഞ്ഞു 1.25. 1.25 എന്ന് വെച്ചാൽ 1.25 ലക്ഷമായെന്നല്ലേ. ഇന്ന് എത്ര 1.25 ചേർന്നാൽ പറ്റൂലേ? ഇക്കാലത്ത് അതത്ര വലിയ തുകയൊന്നുമല്ല. ഇത് കേട്ട ഉടനെ ഈ അമ്മമ്മ പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് എത്ര രൂപയാണെന്നൊന്നും ചിന്തിക്കുന്നൊന്നുമില്ല. പുള്ളിക്കാരി എന്താ പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് അതൊന്നും വലിയ ചിലവൊന്നും ഇല്ല, 1.25 ലക്ഷം എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും വലിയ ചിലവല്ല. എങ്ങനെ ഇരിക്കുന്നു? അമ്മമ്മ അതങ്ങ് നിസ്സാരമായിട്ടാണ് പറഞ്ഞത്. പക്ഷെ അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു തേങ്ങൽ ഉയർന്നു അല്ലേ. ഞാൻ എത്രയോ വർഷം കണ്ട് അല്ലേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. അമ്മമ്മ അത് എന്ത് നിസ്സാരമായിട്ടാണ് പറഞ്ഞു. അതൊന്നും വലിയ ഇതല്ലെന്നല്ലേ. ഈ 1.25 ലക്ഷത്തിന് വേണ്ടി ഒരായുഷ്കാലം മുഴുവൻ ഞാൻ ചോര നീരാക്കി അല്ലേ അധ്വാനിച്ച കഥ എനിക്കല്ലാതെ മറ്റാർക്കറിയാം. ഉച്ചയാകുന്നത് വരെ ഞങ്ങൾ അവിടെ ഇരുന്ന് പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചു. നഗരങ്ങളിലെ വിശേഷങ്ങൾ അറിയുവാൻ അവർ പ്രത്യേകം താല്പര്യം കാണിച്ചു. കൃപാകര, നീ ഭാഗ്യവാനാണ്, നിനക്ക് ലോകം കാണാൻ കഴിഞ്ഞല്ലോ. ഈ അമ്മമ്മ എന്ത് കണ്ടു? എടാ നീ ഭാഗ്യവാനാണ് അല്ലേ, നിനക്ക് എന്തെല്ലാം കാണാൻ പറ്റി. നോക്കിയേ, ഈ അമ്മമ്മ എന്ത് കണ്ടു അല്ലേ. ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു, അവിടെ തന്നെ കിടന്ന് ഞാൻ ചാകുകയും ചെയ്യും. എനിക്കൊരു സങ്കടമേ ഉള്ളൂ, കുറേ യാത്രകൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒറ്റ സങ്കടമേ ഉള്ളൂടാ എനിക്ക്. അമ്മയെ ഞാൻ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം, കുറച്ച് കഴിയട്ടെ, നമുക്ക് മദുരാശി വരെ ഒന്ന് പോകാവുന്നു. മദുരാശി കണ്ടിട്ട് എന്താടാ കാര്യം? കാടുണ്ടെങ്കിൽ നമുക്ക് ദുബായ് കാണണമെന്നു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? എന്താ എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോകാന്ന് വെച്ചപ്പോൾ എന്താ കുറഞ്ഞ ചിന്താഗതിയൊന്നുമല്ല അല്ലേ. മദുരാശി കണ്ടിട്ട് എന്ത് കാര്യമാണ്? നമുക്ക് കാണണമെങ്കിൽ ദുബായ് കാണണമെന്ന്. സത്യം പറയട്ടെ, അത് കേട്ടപ്പോൾ നമ്മുടെ കൃപാകരനെ അവിടെ നിന്ന് അങ്ങ് ഉരുകിപ്പോയി അല്ലേ. ഒന്ന് പറഞ്ഞു പോയി ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന്. പെട്ടെന്ന് പറഞ്ഞ എവിടാ നോക്കി. പെട്ടെന്ന് കൃപാകരൻ ഇത് കേട്ട് അവിടെ നിന്നങ്ങ് ഉരുകിപ്പോയി. അന്നേരം നമ്മുടെ വാസന്തി പെട്ടെന്ന് വന്ന് എന്താ ഞങ്ങളെ തീൻമുറിയിലേക്ക് ക്ഷണിച്ചു, എന്ന് വെച്ചാൽ ആഹാരം കഴിക്കാനായിട്ട് ക്ഷണിച്ചു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു അല്ലേ. അമ്മമ്മ വാഷ് ബേസിന് അരികിൽ ചെന്നിട്ട് മുഖം കഴുകി മേശയ്ക്ക് മുമ്പിൽ വന്ന് ഇരുന്നു. അവർക്ക് മേശയിൽ നിന്ന് ഭക്ഷിക്കുവാൻ ഇനിയും കഴിയുമോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു. വലിയ മേശയും കസേരയൊക്കെ ഇട്ടിരുന്ന് ഈ അമ്മമ്മയ്ക്ക് കഴിക്കാൻ അറിയാമോ എന്നൊക്കെ അവരിങ്ങനെ ചിന്തിക്കുമോ, അമ്മമ്മയ്ക്ക് അത് പറ്റുമോ എന്നൊക്കെ. പണ്ടത്തെ കാര്യമോ ഞങ്ങൾ കേട്ടോ, ഭക്ഷിക്കാൻ കഴിയുമോ എന്നൊക്കെ സംശയിച്ചു. പക്ഷേ എൻ്റെ സംശയം എന്താ ആസ്ഥാനത്തായിരുന്നു. എന്താ അവരിൽ ഒരു പരിചയക്കുറവും കണ്ടില്ല. മേശ നല്ല സമൃദ്ധമാണ്, എന്ന് വെച്ചാൽ മേശപ്പുറത്ത് എല്ലാം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാസന്തി അവളുടെ പാചകവിരുദ്ധം മുഴുവൻ അവിടെ കാണിച്ച മട്ടുണ്ട്. നാടൻ മട്ടിലുള്ള ഒരു സദ്യക്കാണ് അവൾ ആദ്യം പരിപാടി ഇട്ടത്. ഈ നമ്മുടെ വാസന്തി ആദ്യമേ നാടൻ രീതിയിലുള്ള അവിയൽ, തോരന് അല്ലേ, മോരുകറി, സാമ്പാർ ഇങ്ങനെയൊക്കെയുള്ളത് വെക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഇനി എന്തുവാ കഴിക്കുന്നത് അവൾ. അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള ഭക്ഷണവും ഉണ്ടാക്കി അല്ലേ. സദ്യക്ക് അവൾ ആദ്യം പരിപാടി ഇട്ടു. പക്ഷെ അമ്മമ്മയ്ക്ക് അതായിരിക്കും ഇഷ്ടം എന്ന ധാരണയാൽ ഞാനാണ് അവളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. ഈ വാസന്തി എല്ലാ നാടൻ ഭക്ഷണങ്ങളും ഉണ്ടാക്കി എല്ലാം ഡൈനിങ് ടേബിളെ വെച്ചു. അപ്പം ഞാൻ ഈ കൃപാകരൻ പറഞ്ഞു മറ്റെന്തെങ്കിലും കൂടി ഉണ്ടാക്കുന്ന അവളെ മനസ്സിൽ പിന്തിരിപ്പിച്ചു. മിടുക്കി അല്ലേ. തീന്മേശയിൽ ഒരു അവലോകനം നടത്തിയിട്ട് അമ്മമ്മ വാസന്തിയെ അഭിനന്ദിച്ചു. അവരാദ്യം പ്ലേറ്റിൽ വിളമ്പിയത് ന്യൂഡിൽസാണ്. 80 വയസ്സിൽ പുറത്തുണ്ട്. പക്ഷേ ആ ഡൈനിങ് ടേബിളെ അത്രയും ചോറും കൂട്ടാനും കറികളും എല്ലാം ഇരുന്നപ്പോൾ ഈ അമ്മമ്മ ആദ്യം എടുത്ത പാത്രത്തിൽ വിളമ്പിയത് ന്യൂഡിൽസാണ്. പിന്നെ ചിക്കൻ ചില്ലി അല്ലേ. ചോറോ സാമ്പാറോ അവർ കണ്ടതായിട്ട് പോലും നടിച്ചില്ല.
ഈ വാസന്തി എന്നെ നോക്കി കണ്ടുകൊണ്ട് ഇങ്ങനെ ചിരിച്ചു. ദൈവമേ, ഇത്രയും ചോറും കൂട്ടാനും ഇതുമൊക്കെ ഇരുന്നപ്പം അത്രയും പ്രായമായവരാണെങ്കിൽ ഒരു തവി ചോറോ അതിൻ്റെ മണ്ടയ്ക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി ലൈറ്റായിട്ടുള്ള ഫുഡുകളൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ ഇവർ നോക്കിയേ, നൂഡിൽസും എടുത്തിട്ട് ചിക്കൻ ചില്ലി എടുത്തിട്ട് അല്ലേ, ചോറോ സാമ്പാറോ ഒക്കെ ആ പ്രദേശത്ത് ഇരിക്കുന്നതായിട്ട് പോലും അവർ നടിച്ചില്ല. വാസന്തി എന്നെ നോക്കി കണ്ടുകൊണ്ടൊന്ന് ചിരിച്ചു. ഞാൻ എനിക്ക് പ്രിയപ്പെട്ട ചോറും മുരിങ്ങ സാമ്പാറും വയറ് നിറയെ കഴിച്ചു. അമ്മമ്മ അത് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ കഴിക്കുന്ന ചോറും മുരിങ്ങ സാമ്പാറും ഒക്കെ അമ്മമ്മ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ അമ്മമ്മ നൂഡിൽസ് എടുത്ത് അല്ലേ. കൃപാകരന് ഒരു മാറ്റവും ഇല്ല അല്ലേ മോളെ. ഇവരിത് കഴിക്കുന്ന കണ്ടോണ്ട് ഈ വാസന്തിയോട് ചോദിച്ചു, ഈ കൃപാകരന് ഒരു മാറ്റവും ഇല്ല അല്ലേ. അവർ വാസന്തിയോട് ചോദിച്ചു. എന്നിട്ട് സോയാ സോസിൻ്റെ കുപ്പിയെടുത്ത് നൂഡിൽസിൽ മേൽ എന്നിട്ട് അതെടുത്ത് ചരിച്ചൊഴിച്ചു. ഇതൊക്കെ അമ്മമ്മ എങ്ങനെ പഠിച്ചു? ആര് പഠിപ്പിച്ചു അല്ലേ ഇതിൻ്റെ മണ്ടയിൽ ഇതൊക്കെ ഒഴിക്കണമെന്ന്? ഭക്ഷണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും ഇരിപ്പുമുറിയിൽ സ്ഥലം പിടിച്ചു. വീണ്ടും നാട്ടുവർത്തമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. അമ്മമ്മയ്ക്ക് ഉറക്കം വരുന്നെങ്കിൽ മുകളിൽ ചെന്ന് കിടക്കുന്ന ഈ കൃപാകരൻ പറഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പം അമ്മമ്മയോട് പറഞ്ഞു, അമ്മമ്മയ്ക്ക് വേണമെങ്കിൽ പോയി കിടന്നുറങ്ങിക്കോ. അപ്പം അമ്മമ്മ പറഞ്ഞതെന്ന് പറയാം, ഉച്ചയ്ക്ക് കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല, നീ എന്തെങ്കിലും ഒരു പാട്ട് വല്ലതും വെക്കുക. അപ്പോൾ അവിടെ ഒരു പാട്ട് വെട്ടിയിരിക്കുന്നത് അവർ കണ്ടപ്പോൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും അല്ലേ, അവിടെ കാണാം പാട്ട്, അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു പാട്ട് വല്ലതും വെക്കുക. ഞങ്ങളുടെ സ്റ്റീരിയോ സെറ്റിൽ നോക്കിക്കൊണ്ട് അമ്മമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ കോളേജിൽ പഠിക്കുന്ന എൻ്റെ മകൾക്ക് ഉത്സാഹം വന്നു. അവൾ ചോദിച്ചു, അമ്മമ്മയ്ക്ക് എന്താണ് കേൾക്കേണ്ടത്? സുബ്ബലക്ഷ്മിയുടെ കീർത്തനം വെക്കേ. ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ കൃപാകരൻ പറഞ്ഞെന്താ, അത്രയും പ്രായമായില്ലേ, അപ്പോൾ ഒരു കാര്യം ചെയ്യ്, സുബ്ബലക്ഷ്മിയുടെ കീർത്തനം വെക്കേ. അമ്മമ്മയ്ക്ക് അതായിരിക്കും ഇഷ്ടം. എനിക്കും എൻ്റെ കുടുംബത്തിനും ഏറെ പ്രിയങ്കരമായ റെക്കോർഡാണ് അത്. 4 വരി കേട്ടപ്പോൾ തന്നെ ഈ അമ്മമ്മ കോട്ടുവായി ഇടുവാൻ തുടങ്ങി. നിൻ്റെ അടുത്ത് വേറെ റെക്കോർഡൊന്നും ഇല്ലേ മോളെ? എന്താ അമ്മമ്മ ചോദിക്കുക. എടാ, നിൻ്റെ അടുത്ത് ഈ പാട്ടൊക്കെ ഉള്ളു, വേറെ ഒന്നും ഇല്ലയോ? അമ്മമ്മയ്ക്ക് എന്താണ് ഇഷ്ടം? നീ ഒരു കാര്യം, ഇംഗ്ലീഷ് പാട്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് വെക്കുക കേട്ടോ, ഇംഗ്ലീഷ് വെക്ക്. നോക്കണം നിങ്ങളെ, അബ്ബയുണ്ടെങ്കിൽ അത് വെക്ക്. അവൾ അബ്ബയുടെ റെക്കോർഡ് അവിടെ എല്ലാം പരതി എടുത്ത് വെച്ചു. മുറിയിൽ സ്റ്റീരിയോ സംഗീതം ഇങ്ങനെ ഉയർന്നു. ഹണി ഹണി ഹൗ യു ത്രിൽ മീ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഈ അമ്മമ്മ അത് തലയാട്ടി രസിച്ചിരുന്നു. റെക്കോർഡ് തീരുന്നത് വരെ ഇതിങ്ങനെ കേട്ടിരുന്നു. തീർന്നപ്പോൾ അവർ പറഞ്ഞു, ഒന്നുകൂടി ആ പാട്ടൊന്ന് വെക്കുമോളേന്ന് കേട്ടോ. അതൊരു വട്ടം കേട്ടപ്പോൾ പിന്നെ പറഞ്ഞു, അതൊന്നുകൂടി ഒന്ന് വെച്ചേ. മകൾ അതനുസരിച്ചു. മുറിയിൽ വീണ്ടും അബ്ബയുടെ ശബ്ദം വീണ്ടും ഇങ്ങനെ ഉയർന്നു. എന്നുവെച്ചാൽ ആ പാട്ട് വീണ്ടും വെച്ചു. ഈ പാട്ടിൻ്റെ രസത്തിൽ അമ്മമ്മ ലോകമാകെ മറന്നതായിട്ട് തോന്നി. എൻ്റെ കണ്ണുകൾ പതുക്കെ, പക്ഷെ ഞാനും കൂടി ഇതിൻ്റെ കേട്ടോണ്ടിരിക്കുക, എൻ്റെ കണ്ണ് പതുക്കെ അടഞ്ഞുപോയി. വൈകുന്നേരം വെയിൽ താണപ്പോൾ അമ്മമ്മ ഞങ്ങളോട് യാത്ര പറഞ്ഞു. ഞാൻ തന്നെ അവരെ തറവാട്ടിൽ കൊണ്ടുചെന്ന് വിട്ടു. തിരികെ തനിയെ കാർ ഓടിച്ചു വരുമ്പോൾ ലോകമാകെ മാറിയതായിട്ട് എനിക്ക് തോന്നി. നാട്ടിൽ നടക്കുന്ന വലിയ പരിവർത്തനങ്ങളെക്കുറിച്ച് അമ്മമ്മ എന്നെ ബോധവാനാക്കിയിരുന്നു എന്നുള്ളതാണ്. അത്രയാണ് കുഞ്ഞുങ്ങളെ ഈ പാഠം. അതാരുടെയാ? എം മുകുന്ദൻ്റെ. അപ്പം ഞാൻ വായിച്ച് നിങ്ങൾക്ക് കഥ കുറേയൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്തിൽ ഇനി എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. നോക്കിയേ, കാലവും കാഴ്ചപ്പാടും എന്ന് പറയുന്ന അതെ ഇങ്ങനൊരു ചോദ്യമുണ്ട്. ഞാൻ ഈ ചോദ്യം മൊത്തവും വാരി വലിച്ച് എഴുതിയിട്ടില്ല. നിങ്ങൾ ആ ചോദ്യം കണ്ടോ എഴുതിക്കോണേ. അതിൻ്റെ ആൻസർ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പാഠത്തിലെ ഏത് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളോട് ചോദിച്ചാലും ഈ വരികൾ, ആദ്യത്തെ 1-2 ഈ വരികൾ എഴുതുക കേട്ടോ. ഈ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട 2 വരികളാണ്. എം മുകുന്ദൻ്റെ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന കഥയിലെ അമ്മമ്മ എന്ന കഥാപാത്രം മാറുന്ന ലോകത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന വ്യക്തിത്വമാണ്. വായിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളെ, എം മുകുന്ദൻ്റെ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന കഥയിലെ അമ്മമ്മ എന്ന കഥാപാത്രം മാറുന്ന ലോകത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. മാറുന്ന കാലത്തിനൊത്ത് പഴമയിൽ ചടഞ്ഞുകൂടാതെ നൂതനത്വത്തെ ആ വാക്ക് കേട്ടോ, ആഘോഷിക്കുന്ന വാർദ്ധക്യം സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തും എന്ന കാഴ്ചപ്പാടാണ് ഈ കഥയ്ക്ക് പിന്നിലെ തത്വം. അപ്പം ഈ 2 പോയിന്റും പ്രധാനപ്പെട്ട 2 ഇനി അതിലെ ഓരോ മോനെ ആ മിനി ഉരലിങ്ങ് എടുത്താട്ടെ എന്നൊക്കെയുള്ള ചോദ്യമാണ്. നോക്കിയേ, മിനി ഉരൽ എന്ന പ്രയോഗം തന്നെ അമ്മയുടെ പരിഷ്കൃതമായ ഭാഷാ ശൈലിയുടെ തുടക്കമാണ് കാണാൻ കഴിയുന്നത്. മിനിയുരൽ എന്ന പ്രയോഗം തന്നെ ഒറ്റവാക്കായിട്ട് എഴുതും. പ്രയോഗം തന്നെ അമ്മയുടെ പരിഷ്കൃതമായ ഭാഷാ ശൈലിയുടെ തുടക്കമാണ് കാണാൻ കഴിയുന്നത്. മദിരാശിയും കൽക്കട്ടയും കണ്ടിട്ടില്ല,
മദ്രാശിയും കൽക്കട്ടയും കണ്ടിട്ടില്ല എങ്കിലും ഇംഗ്ലീഷ് എല്ലാം അറിയാം എന്ന് പറയുന്നതിലൂടെ പുതിയ ഭാഷയോടുള്ള അവരുടെ തുറന്ന സമീപനവും അറിവ് നേടാനുള്ള താല്പര്യവും കാണാൻ കഴിയുന്നു. ഓരോ സെൻറ്റൻസ് നോക്കണമെങ്കിൽ ഞാൻ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഓരോ സെൻറ്റൻസ് ഇതൊന്ന് ഇത് രണ്ട് അത് സെൻറ്റൻസ് മാറ്റി മാറ്റി എഴുതിയേക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം. ഗ്രാമത്തിൽ ചടഞ്ഞുകൂടി കഴിയുന്ന ഒരു സ്ത്രീയെയാണ് അമ്മമ്മ എന്ന ഇതിലൂടെ കൃപാകരൻ കൃപാകരൻ്റെ ബോധതലത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഗ്രാമത്തിൽ ചടഞ്ഞുകൂടിക്കഴിയുന്ന ഒരു സ്ത്രീയെയാണ് അമ്മമ്മ എന്ന കൃപാകരൻ്റെ ബോധതലത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ താൻ അങ്ങനെയല്ലെന്നും കാലത്തിനൊത്തു മാറാൻ താൻ തയ്യാറായെന്ന് ഈ വാചകം നമ്മളോട് സൂചിപ്പിക്കുന്നു. കൃപാകര, നിന്നെപ്പോലെ ഞാൻ ബോംബെയും കൽക്കത്തയും ഒന്നും കണ്ടിട്ടില്ല, എന്നാലും ഈ അമ്മയ്ക്ക് കുറേശ്ശെ ഇംഗ്ലീഷ് അറിയാം. മദ്രാശി കണ്ടിട്ട് എന്ത് കാര്യം? കാണണമെങ്കിൽ ദുബായ് കാണണം. ആദ്യം അവർ പ്ലേറ്റിൽ വിളമ്പിയത് നൂഡിൽസാണ്, പിന്നെ ചിക്കൻ ചില്ലി, പിന്നെ ചോറോ സാമ്പാറോ, ഇതെല്ലാം നമുക്ക് ആ ഓരോ ഇതുപോലെ ഓരോന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ എഴുതിയേക്കുന്നത്. കണ്ടതായി പോലും നടിച്ചില്ല അല്ലേ? ആ കഥയ്ക്കകത്ത് നമ്മൾ പറഞ്ഞതാ. ഈ വാക്യങ്ങളിലെ സന്ദർഭങ്ങളും ഗ്രാമത്തിൽ പഴമയെ താലോലിച്ചു കഴിയുന്ന ഒരു കേവല സ്ത്രീയെയാണ് അമ്മമ്മ എന്ന ധാരണ മാറ്റുകയാണ്. വയോജനങ്ങൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് മാറണം എന്ന ആശയമാണ് അമ്മമ്മ എന്ന കഥയിലൂടെ കഥാകൃത്ത് കൊണ്ടുവരുന്നത് കേട്ടോ. നിങ്ങൾ ഇതുപോലെ അങ്ങ് എഴുതണമെന്നല്ല കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എന്താണോ മനസ്സിലായ കാര്യങ്ങൾ അത് വേണം നിങ്ങൾ എഴുതാൻ കേട്ടോ. അല്ലാതെ ഒരാളെന്തെങ്കിലും പറഞ്ഞു എന്ന് എഴുതി അത് തന്നെ അങ്ങ് എഴുതി വെക്കണമെന്നല്ല. നമ്മൾ ആ ടെസ്റ്റ് വായിച്ചപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ മനസ്സിലായത് അതൊക്കെ എഴുതാനാണ് കേട്ടോ. മനസ്സിലാക്കണേ. ഇതിനകത്ത് നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത ചോദ്യങ്ങൾ നമ്മൾ തന്നെ നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ടെസ്റ്റിൽ നിന്ന് നമ്മൾ കുറേ ഇപ്പം വായിച്ചല്ലോ. ഇതിനകത്ത് നിന്ന് സ്വന്തമായിട്ട് ഇപ്പം ഞാൻ അമ്മമ്മയെ മദ്രാശിയിലേക്ക് കൊണ്ടുപോകാമെന്ന് കൃപാകരൻ പറഞ്ഞപ്പോൾ അമ്മമ്മയുടെ മറുപടി എന്തായിരുന്നു? എന്താ മദ്രാശി കണ്ടിട്ട് എന്ത് കാര്യമാണ്? കാണണമെങ്കിൽ ദുബായ് കാണണം അല്ലേ? നമ്മുടെ കൃപാകരൻ ചോദിച്ച ചോദ്യവും അതിനുള്ള മറുപടിയും കേട്ടോ. അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ഈ ടെസ്റ്റിനകത്ത് നിന്ന് 5-6 ചോദ്യവും ഉത്തരവും കണ്ടുപിടിച്ച് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എന്ത് ചോദ്യം വേണമെങ്കിലും ആ ചോദ്യത്തിൻ്റെ തൊട്ട് താഴെ എൻ്റെ ആൻസർ കിടപ്പുണ്ട്, അത് എഴുതണം കേട്ടോ. മദ്രാശി കണ്ടിട്ട് എന്ത് കാര്യമാണ്? കാണണമെങ്കിൽ ദുബായ് കാണണം എന്നായിരുന്നു അമ്മമ്മയുടെ മറുപടി. കൃപാകരന് ഒരു മാറ്റവും ഇല്ല അല്ലേ മോളെ? അമ്മമ്മ ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താ? അമ്മമ്മ നൂഡിൽസും ചിക്കനും കഴിച്ചു. സാധാരണ വയോജനങ്ങൾ ഈ ഭക്ഷണം വേണ്ടെന്ന് വെക്കും അല്ലേ? എന്നാൽ കൃപാകരനോ സാമ്പാറും മുരിങ്ങയ്ക്കായ തോരനും കഴിച്ചു. ഇത് കണ്ടപ്പോഴാണ് അമ്മമ്മ ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ഈ ടെസ്റ്റിനകത്ത് നിന്ന് സ്വന്തമായിട്ട് ഓരോ ചോദ്യങ്ങളും കേട്ടോ. മുറിയിൽ വീണ്ടും അബ്ബയുടെ ശബ്ദം ഉയർന്നു അല്ലേ? എന്തുകൊണ്ടാണ് അത് വീണ്ടും ആ പാട്ടിടാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അങ്ങനെയൊക്കെയുള്ള നമുക്ക് സ്വന്തമായിട്ട് അമ്മമ്മയ്ക്ക് എന്താണ് കേൾക്കേണ്ടതെന്ന് ചോദിച്ചത് ആരാ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും സ്വന്തമായിട്ട് കേട്ടോ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ നിങ്ങളെ? ഇനി കണ്ടെത്താം പ്രയോഗിക്കാം എന്ന് പറയുന്ന ഒരു അമ്മമ്മ ചെല്ലം മുന്നിൽ വെച്ച് മുറുക്കാനുള്ള വട്ടം കൂട്ടുകയായിരുന്നു എന്നൊരു ചോദ്യം നിങ്ങളുടെ ടെസ്റ്റിലുണ്ട്. ഈ വട്ടം കൂട്ടുക എന്ന നാടൻ പ്രയോഗത്തിലൂടെ അമ്മമ്മയുടെ വെറ്റില മുറുക്കാനുള്ള തയ്യാറെടുപ്പിനെ സൗന്ദര്യാത്മകമായിട്ട് അവതരിപ്പിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഈ ടെസ്റ്റിനകത്ത് നിന്ന് കുറേ വാക്കുകൾ, ഇപ്പോൾ ഉരുളയ്ക്കുപ്പേരി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ചുട്ട മറുപടി കൊടുക്കുക എന്നാണ് അല്ലേ? കൃത്യവും വ്യക്തമായ മറുപടി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഉണ്ട ചോറിൽ കല്ലിടുക എന്ന് പറഞ്ഞാൽ നന്ദികേട് കാണിക്കുക എന്നാവില്ലേ? നന്ദികേട്. അങ്ങാടിപ്പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഈ കൊതിഞ്ഞൊടയും പറഞ്ഞുണ്ടാക്കുക എന്ന് പറയത്തില്ലേ? നാട്ടുവർത്തമാനം അല്ലേ? നാട്ടുവർത്തമാനം. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പുറത്ത് കൊണ്ടു കൊടുത്ത് അങ്ങനെ പറയുന്നതാ കേട്ടോ. മനസ്സിലായോ? അത്രയും. പിന്നെ അടുത്ത ചോദ്യം ഏതോ നിങ്ങളെ. അത് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിലെ ഉപന്യാസം തയ്യാറാക്കാൻ കണ്ട ഉപന്യാസം വാർദ്ധക്യം അവസ്ഥയാണ്, അതൊരു ശാപമല്ല. അവരെ ഒറ്റപ്പെടുത്തുകയല്ല, ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. വയോജനങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാൻ കേട്ടോ. അതിൻ്റെ സൂചനകൾ തന്നിട്ടുണ്ട്. വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ, കുടുംബ ബന്ധങ്ങളിലെ വിള്ളൽ, പുതുതലമുറയുടെ കാഴ്ചപ്പാട്, ചേർത്ത് പിടിക്കലിൻ്റെ ആവശ്യകത, സമൂഹത്തിൻ്റെ മനോഭാവം, ഇതൊക്കെ നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്വന്തമായിട്ട് എഴുതാനാവും. നിങ്ങളെ നോക്കിക്കേ, ഉത്തരം നമ്മൾ വയോജനങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങളിപ്പോൾ ഇത് തന്നെ എഴുതാൻ, നിങ്ങളിത് നല്ലപോലെ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലായ കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി കേട്ടോ.
ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു പിന്നിൽ വയോജനങ്ങളുടെ പ്രയത്നത്തിൻ്റെ ശക്തിയും ഫലവുമുണ്ട്. ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് പിന്നിൽ വയോജനങ്ങളുടെ പ്രയത്നത്തിൻ്റെ ശക്തിയും ഫലവുമുണ്ട്. വയോജന സംരക്ഷണം എന്നത് അവരെ കുടുംബത്തിലും സമൂഹത്തിലും ആദരവോടെ ഒറ്റപ്പെടാതെ നിലനിർത്തുകയും അവർക്ക് ആവശ്യമായ ആരോഗ്യ, സാമ്പത്തിക, മാനസിക പരിചരണം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ്. ഇതിനായിട്ട് നിയമപരമായ സംവിധാനങ്ങളും സാമൂഹികമായ ബോധവൽക്കരണവും ഒരുമിച്ച് നടപ്പാക്കണം. സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പോലെയുള്ള പദ്ധതികൾ നടപ്പാക്കി സമൂഹത്തിൽ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ള ഒരവസ്ഥ വയോജനങ്ങളെ പലപ്പോഴും നാം അവഗണിക്കുന്നുവെന്നാണ് കേട്ടോ. പലപ്പോഴും നാം വയോജനങ്ങളെ അവഗണിക്കുന്നു എന്നതാണ്. വൃദ്ധജനങ്ങളുടെ, ആ വാക്ക് നോക്കണേ കുഞ്ഞുങ്ങളെ, വൃദ്ധജനങ്ങളുടെ സംരക്ഷണം, അത് നോക്കണേ. വൃദ്ധജനങ്ങളുടെ സംരക്ഷണത്തിൽ കുടുംബത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. വൃദ്ധജനങ്ങളുടെ സംരക്ഷണത്തിൽ കുടുംബത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. അവരെ സ്നേഹത്തോടെയും കരുതലോടെയും പരിപാലിക്കുക, അവരുടെ ഇഷ്ടങ്ങൾ മാനിക്കുക എന്നിവ വളരെ പ്രധാനമാണ്. കുടുംബാംഗങ്ങളുടെ സ്നേഹത്തണലിൽ കഴിയുകയാണെങ്കിൽ അവർക്ക് മാനസിക സമ്മർദ്ദം ഇല്ലാതാവുകയും ആരോഗ്യം നിലനിർത്തുകയും ആവാം. നിയമപരമായ സംരക്ഷണം അവർക്ക് അത്യന്താപേക്ഷിതമാണ്. മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനക്ഷേമ നിയമനങ്ങളിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം മാനസികവും ശാരീരികവുമായ പരിചരണം അവർക്ക് നൽകണം കേട്ടോ. പ്രായമായവർക്ക് ഏകാന്തതയും വിഷാദവും ഒഴിവാക്കാൻ അവരുടെ മാനസിക നില നോക്കുന്നില്ല. അതോടൊപ്പം മാനസികവും ശാരീരികവുമായ പരിചരണം അവർക്ക് നൽകണം. പ്രായമായവർക്ക് ഏകാന്തതയും വിഷാദവും ഒഴിവാക്കാൻ അവരുടെ മാനസിക നിലയെക്കുറിച്ച് വീട്ടിലുള്ളവർ ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങളുടെ സ്നേഹം അത്യന്താപേക്ഷിതമാണ്. മാത്രവുമല്ല, വൃദ്ധജനങ്ങൾക്ക് അന്തസ്സോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ, അതൊന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ആ ഒരു വാക്കുകൾ നോക്കിയേ. വൃദ്ധജനങ്ങൾക്ക് അന്തസ്സോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനം. ഇതിനായിട്ട് ഓരോ പൗരനും അവബോധം വളർത്തിയെടുക്കാനും സാമൂഹ്യ ഉത്തരവാദിത്തം നിറവേറ്റാനും തയ്യാറാവണം കേട്ടോ. ഇത് ഞാൻ സെപ്പറേറ്റ് എഴുതിയില്ല കുഞ്ഞുങ്ങളെ. ഇത് നിങ്ങൾ വൃത്തിയായിട്ട് ഇതിനകത്ത് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടല്ലോ, ഇതുപോലെ എഴുതണ്ട. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തോ മനസ്സിലായോ അത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. മനസ്സിലാക്കി വൃത്തിയായിട്ട് എഴുതണേ. ഈ അമ്മമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊന്ന് എഴുതാൻ അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. മനസ്സിലാക്കി എഴുതാൻ പറ്റണം കേട്ടോ. ഇപ്പം നിങ്ങളോട് അമ്മമ്മ എന്ന കഥയിലെ അമ്മമ്മ വയോജനങ്ങൾ ആധുനിക കാലത്ത് എങ്ങനെയെല്ലാം മാറേണ്ടതാണ് എന്ന ആശയത്തിൻ്റെ പ്രതിനിധിയാണ് അല്ലേ. ഇത് പരിശോധിച്ചിട്ട് അമ്മമ്മയെ വിലയിരുത്തി സ്വഭാവ നിരൂപണം ഒന്ന് തയ്യാറാക്കാനെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെഴുതും? നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ലേ. അതായത് എം മുകുന്ദൻ്റെ ഒരു കഥയാണ് അമ്മമ്മ. തികച്ചും ഗ്രാമത്തിൽ കഴിയുന്ന അമ്മമ്മയെ ചെറുമകൻ പട്ടണത്തിലെ പുതിയ ഒരു വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. അമ്മമ്മ ഗ്രാമത്തിൽ വളരുന്ന ജീവിത രീതികളുമായിട്ട് ഇപ്പോഴും പൊരുത്തപ്പെട്ടു പോകുന്ന ഒരാളായിട്ടാണ് നമ്മുടെ കൃപാകരൻ വിചാരിച്ചത് അല്ലേ. എന്നാലോ യാത്ര പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ ആ ചിന്ത തെറ്റി. ഭക്ഷണം കഴിക്കാനായി ഇരുന്നപ്പോഴെന്താ 80 കഴിഞ്ഞ അമ്മമ്മ സാമ്പാറും തോരനും കഴിക്കുമെന്ന് കരുതിയെങ്കിൽ അവിടെ തെറ്റി അല്ലേ. അമ്മമ്മ കഴിച്ചത് ന്യൂഡിൽസും സോസും ചിക്കനും ചില്ലി ചിക്കനും ഒക്കെയാ അല്ലേ. സുബ്ബലക്ഷ്മിയുടെ കീർത്തനം കേൾക്കേണ്ടതിന് പകരം കേട്ടതോ അബ്ബായുടെ അല്ലേ ഇംഗ്ലീഷ് ഗാനവും. ഇതാണ് കൃപാകരൻ്റെ അമ്മമ്മ. ഇവർ നമ്മോട് പറയുന്ന ഒരു സത്യമുണ്ട്. വാർദ്ധക്യം നിരാശയോടെ പഴയ കാലവും ഓർത്ത് ഒതുങ്ങിക്കൂടാനുള്ളതല്ല, നൂതനമായ അനുഭവങ്ങൾ ഉൾക്കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാണ്. ഈ സത്യം അമ്മമ്മ എന്ന കഥ വ്യക്തമായിരിക്കുന്നു. നിങ്ങൾ ആ കഥ നല്ലതുപോലെ വായിച്ചു നോക്കണേ നിങ്ങളെ. ആ കഥയിൽ നിന്നാണ് നമുക്ക് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. പരീക്ഷയ്ക്കെല്ലാം വൃത്തിയായിട്ട് പഠിക്കണേ. നമ്മുടെ ചാനലിൽ നിങ്ങളുടെ ഒരുവിധമുള്ള പാഠങ്ങളുടെ എല്ലാ നോട്ടുകളും ഞാൻ ഡെയിലി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും മലയാളത്തിൻ്റെ ഫസ്റ്റോ സെക്കൻഡോ ഏതെങ്കിലും നോട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് പറയൂ നിങ്ങളെ, ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പറയണേ, കമൻറ്റ് പറയണേ നിങ്ങളെ എന്തായാലും കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.